ഹാർബറിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ബീച്ചിലേക്ക് പോകാനുള്ള വഴിയായിരുന്നു. പക്ഷേ വിട്ടുപോയിരിക്കുകയാണ്. ഇത് വഴിയില്ല കേട്ടോ. ശ്രമിച്ചു നോക്കണം. ഈ വഴി ചെല്ലാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. ഹാർബറിന് തൊട്ടപ്പുറത്താണ് ബീച്ച്. പക്ഷെ ബീച്ചിലേക്ക് പോകാൻ പറ്റുമോ എന്ന കാര്യത്തിൽ സംശയമാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടുന്ന് പറ്റില്ല, കടക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഇത് ഫിഷറീസിൻ്റെ ആസ്ഥാനങ്ങൾ കേട്ടോ. മത്സ്യഫെഡിൻ്റെ അവിടെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഭാഗത്ത് നീ കാണുന്നത്. ഈ വഴി ഇപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എന്ന് പറഞ്ഞൂടെ. ശ്രമിച്ചു നോക്കാം. ഹാർബർ, അത് കഴിഞ്ഞ് ബീച്ച്, ഈ വഴി കടക്കാം കേട്ടോ. അതായത് ഹാർബറിലേക്കുള്ള വഴി തന്നെയാണ്. കൺഫ്യൂസ് ചെയ്തിട്ടു കുറച്ച് സമയമാണ്. ഈ ഭാഗത്ത് റെസിഡൻസ് ഏരിയയാണ്, അതുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂസ് ആയത്. പട്ടികളൊക്കെ ഉണ്ട്, കടിക്കുമെന്ന് തോന്നുന്നു. 2 പെൺപട്ടിയും 1 ആൺപട്ടിയും. ഒന്നുമില്ലടാ, പേടിക്കൊന്നും വേണ്ട. ഹാർബറിൻ്റെ ഭാഗത്ത് കൂടുതലും ഹിന്ദിക്കാരാണ് താമസിക്കുന്നത്. ഈ ഭാഗത്ത് മലയാളികൾ കുറവാണ്. ഹിന്ദിക്കാരുടെ റെസിഡൻസ് ഏരിയയാണ്. ചെന്ന് നോക്കട്ടെ, വഴി പോകാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞൂടാ. ഒരു പട്ടി വെള്ളം കുടിക്കുന്നുണ്ടോ? എത്തിയാട്ടോ ഹാർബർ. ഇതാണ് ഹാർബർ കേട്ടല്ലേ. ഇതിനപ്പുറത്തായിട്ടാണ് ബീച്ച് ഇരിക്കുന്നത്. ബീച്ചിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഹാർബർ ഒഴിവാക്കാം. ഇവിടെ ഒരു ബീച്ചില്ല കേട്ടോ. ബീച്ചില്ല ഇവിടെ ഒരു ബീച്ചാ? ബീച്ചെല്ലാം പയ്യാമ്പലം ബീച്ച് അല്ല, ഇവിടെ ഒരു മാപ്പിള ബീച്ച് അങ്ങനെ എന്തോ പേര്. ഹാർബറാണല്ലേ? മാപ്പിള ഹാർബർ. ഇതന്നെയാണ് കോട്ട, കണ്ണൂർ കോട്ട ബീച്ച്. എന്താണ് അല്ലെ കാണാൻ വന്നത്? വീട് ബീച്ച് ഉണ്ട് പറഞ്ഞിട്ട് കാണാൻ വന്നതാ. ബീച്ചില്ല, ഹാർബറായി. ഞാൻ കാസർഗോഡാ. ബീച്ച് കോട്ട കാണുന്നത്, ഹാർബർ. ശരി, താങ്ക് യു.